പർദ്ദയൊക്കെ ഉണ്ട്. കാരണം അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് പർദ്ദയൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റും. സോ ഞാൻ പർദ്ദയെല്ലാം ഇപ്പം ഇടാൻ വേണ്ടി പോവാം. എല്ലാ ഡ്രസ്സും എടുത്ത് ഇടാൻ വേണ്ടി പോവാം. നോക്കട്ടെ ബാഗ് ചെറുതാക്കാൻ പറ്റുമെന്ന്. ചെറുതാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ലച്ചി വാഷ്റൂം അവിടെ. അങ്ങനെ എന്താ പർദ്ദയൊക്കെ ഇട്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പർദ്ദ ഇട്ട ബാക്ക് പാക്കർ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എനിക്കൊന്ന് ചിരി വരികയാണ്. ആൾക്കാരൊക്കെ എന്നെ നോക്കാം. ബാക്ക് പാക്ക് ഇട്ടിട്ട് പർദ്ദയും ഇങ്ങോട്ട് മാച്ച് ആവണില്ലല്ലോ എന്ന്. എനിക്ക് ചൂടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഡ്രസ്സാണ്. കുറേ ഡ്രസ്സ് ഉള്ളിലിട്ടിട്ടുണ്ട്. അയ്യോ, എവിടെയാണ് ചെക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടാണ് വഴി. ഏതാണ് വഴി നോക്കട്ടെ. അവർക്ക് കണ്ണ് കാണല്ലോ. ഇത് പകുതി കവറായിട്ടാണ് നിൽക്കുന്നത്. കൊള്ളാം. അവിടെ എത്തിയിട്ട് അഫ്ഗാനിസ്ഥാനിൽ എത്തിയിട്ട് ഇടാൻ വെച്ച ഡ്രസ്സ് ഉസ്ബെക്കിസ്ഥാനിലെ ഇടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എല്ലാം കഴിഞ്ഞ് ഞാനിത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിട്ടിട്ട് എനിക്ക് എന്തോ ഒരു ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ കുറേ ഡ്രസ്സ് ഇരിക്കല്ലേ. പർദ്ദ മാത്രം ഇടാണെങ്കിൽ കുഴപ്പമില്ല. ഉള്ളിൽ കുറേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ 8000 സംതിങ്ങിനാണ് ചെക്കിൻ ബാഗ് വെക്കേണ്ടി വന്നേനെ. അത്രയും പൈസ ലാഭിച്ച് എന്തായാലും ഞാൻ വിചാരിച്ചത് ഒരു 13 കിലോ 12 കിലോ ഉണ്ട് ചെക്കിൻ ബാഗ് ക്യാബിൻ ബാഗ് എന്നുള്ളത്. പക്ഷേ 8 കിലോനെ ഉണ്ടായുള്ളൂ കേട്ടോ. 8 കിലോൻ്റെ സാധനം അവർ ഒട്ടിച്ചെന്നേക്കുന്നത് ക്യാബിൻ ബാഗേജ് 8 കിലോ എന്നും പറഞ്ഞിട്ട് 8 കിലോ ആക്കി. 5 കിലോൻ്റെ മേത്ത 13 കിലോൻ്റെ ഉണ്ട്. 13 കിലോ എൻ്റെ കയ്യിൽ. പിന്നെ ചെറിയ ബാഗില്ലേ, ചെറിയ ബാഗിൽ എത്ര കിലോനാ 3 കിലോന് അത്രയും ഉണ്ട് കേട്ടോ. അതാണല്ലേ. ഇപ്പോൾ വൈഫൈ ഒന്നും കിട്ടണില്ല. രസമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഉറക്കം വരിക. ഇന്നലെ ഒന്നും ഉറക്കം ശരിയായിട്ടില്ല. കുറച്ച് നേരം ഉറങ്ങിയിട്ടുള്ളൂ. നല്ല ടയേർഡാണ്. അവിടെ ഹിജാബ് വെറുമൊരു തുണിക്കഷ്ണമല്ല. ഹിജാബ് അത് എന്താ പറയുക, പരിശുദ്ധമായ ഒന്നാണ് ഹിജാബ് എന്നൊക്കെ ഒരാളിനും പിന്നെ എന്താ പറയുക വെല്ലുവിളിച്ച് യൂട്യൂബിൽ വന്നിട്ട്. ഇപ്പോൾ ആ ഹിജാബിനെ കൊണ്ടുള്ള കളിയാണ് ഇത്. നിങ്ങൾ കാണുന്നുണ്ടോ ഈ വീഡിയോ? ഇതാരാന്നറിയണ്ട നിങ്ങൾക്ക്? നമ്മളെന്നാണ് ബാക്ക് പാക്കർ അരുണിമ. അവളെല്ലാവർക്കും നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ലോകം ചുറ്റുന്നൊരു വാനമ്പാടിയല്ല, സഞ്ചാരി ഇവൾ. എല്ലാ ലോകവും കാണുന്നൊരു സഞ്ചാരി ഇവൾ. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഫർദ ധരിക്കണം ആ നാട്ടിൽ കീഴണമെങ്കിൽ. അത് അവിടുത്തെ ഒരു നിയമമാണ്. അപ്പോൾ ആ നിയമത്തിന് വേണ്ടിയിട്ട് ഈ ഹിന്ദുവായ ഇവളാണ് ഈ ഫർദി ഹിജാബ് ഇട്ടിട്ട് അവിടെ ഇറങ്ങാൻ പോകും. അപ്പം നമ്മളെ ഹിജാബിനെ എത്രത്തോളം നിങ്ങൾ പരിശുദ്ധമാക്കി പറയുന്നു അത്രത്തോളം ആൾ ചവിട്ടി കുരട്ടും. അങ്ങനത്തെ നാട്ടുകാർ ജനങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത്. അപ്പം എല്ലാവർക്കും അറിയാം ഓരോ ഹിജാബിൻ്റെ പരിശുദ്ധി എന്താണെന്ന്. ഒരു മുസ്ലിമായി പിറന്ന വനിതകൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മളിങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട ഒരാവശ്യമില്ല. എത്രത്തോളം നമ്മൾ കൊട്ടിഘോഷിക്കുന്നു അത്രത്തോളം ചവിട്ടി തേക്കാൻ ആളുണ്ടാവും. അപ്പം ആൾമാറാട്ടത്തിന് വേണ്ടിയിട്ട് വരെ ഹിജാബ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും കാണുന്നല്ലേ, യൂട്യൂബും ഫേസ്ബുക്കെല്ലാം എല്ലാവരും അറിയുന്നല്ലേ, പത്രത്തിലെല്ലാം എത്ര വന്നിന് പർദ്ദ ഇട്ട് മാല മോഷ്ടിച്ച് പർദ്ദ ഇട്ട് കക്കാൻ വന്ന് അടിക്കാൻ വന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹിജാബിനെ കൊണ്ട് നടക്കുന്നുണ്ട്. അതിനെല്ലാം ശിക്ഷ വേറെ. പക്ഷേങ്കിൽ പരിശുദ്ധം എന്ന് എത്ര വാക്ക് പറയുന്നു അത്രത്തോളം മോശപ്പെട്ട രീതിയിൽ ഹിജാബിനെ ബാക്കിയുള്ളവർ. ഈ മറ്റുള്ള നാട്ടിലൊക്കെ പോകുമ്പോൾ, ഈ ഫർദ വേണ്ടുന്ന നാട്ടിലൊക്കെ പോകുമ്പോൾ, അപ്പോൾ ഈ വേഷത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ അല്ലേ? അവിടെ പേരിന് ഒരു പ്രാധാന്യമില്ല. പേരിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ അമുസ്ലിങ്ങൾ അവിടെ പ്രവേശിക്കാൻ പാടില്ലല്ലോ. അമുസ്ലിങ്ങൾ ഇപ്പോൾ ഫർദ ഇട്ടിട്ടല്ലേ പ്രവേശിക്കുന്നത്. അപ്പോൾ വേഷത്തിന് മാത്രമേ അവിടെ പ്രാധാന്യമുള്ളൂ. പേരിന് പുല്ല് വില. മറ്റുള്ള രാജ്യങ്ങളിൽ പോയ പോലെ ചെത്തി നടക്കാൻ പറ്റൂല. ഫർദ ഇട്ടിട്ട് ഇങ്ങനെ മൂടിപ്പൊച്ച് നടന്നൂല. അതേ നടക്കും. പക്ഷെ നമ്മൾ ഫർദ ഇട്ടാലെന്താ, നമുക്ക് അഫ്ഗാനിസ്ഥാൻ കാണാമല്ലോ. അങ്ങനെ ഉണ്ടാവില്ല ചിലർക്ക് മനസ്സിൽ. നമ്മൾ ഫർദ ഇട്ട് പോയാൽ നമുക്ക് അഫ്ഗാനിസ്ഥാൻ കണ്ടുകൂടി. ഇവർ ചിന്തിക്കുന്നതെന്നാൽ പേരൊന്നും മാറുന്നില്ലല്ലോ, വേഷമല്ലേ മാറുന്നില്ലോ. അതിങ്ങനെ ഓരോരാളിങ്ങനെ വേഷം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഫർദ ധരിച്ച് അവിടെ വന്നൂടെന്നുണ്ടെങ്കിൽ ഈ അമുസ്ലിങ്ങളെ ആ നാട്ടിൽ കയറ്റാൻ പാടില്ല. അതാണ് ആ നാട്ടുകാർ ചെയ്യേണ്ട നല്ല കാര്യം. അതാ ചെയ്യേണ്ടത്. ഇവർ എന്ത് വേഷം മാറിയിട്ടാണെങ്കിലും ആ നാട് കാണാൻ വേണ്ടിയിട്ട് അവർ പോകും. അങ്ങനെ തുനിഞ്ഞിറങ്ങുന്ന കുറേ എണ്ണം ഉണ്ട് ഈ ലോകത്ത്. അവരെ പഠിപ്പിക്കാൻ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള ആൾക്കാരെ ആ നാട്ടിൽ കയറ്റരുത്.